ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. വെൽക്കം ഹോളീസ്, വെൽക്കം ഹോളീസ്, വെൽക്കം ഹോളി പരിശുദ്ധാത്മയും അപ്പ അങ്ങനെ തൃക്കരത്തിലേക്ക് ഇന്നത്തെ അമ്മ ഈ പ്രാർത്ഥന ഏൽപ്പിച്ച് അപ്പ ഹാലി പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച നിമിഷം പരിശുദ്ധാത്മതയും പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന ലഭിക്കുക. നന്ദിയോടെ സ്തോത്രം. അപ്പായുടെ വായോടെ നാവോടുകൂടി ഇരിക്കും കർത്താവ്. വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മ തന്നെ പൂർണ്ണ കണ്ടുള്ള ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ വചനം കർത്താവെ അപ്പ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ വിടുതലായി തിരുവാന്തക്കം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അപ്പാ ചെറുക്കൻ തണൽ കർത്താവിനെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ഹാലേലിയ കർത്താവെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം അങ്ങ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് എല്ലാവർക്കും കർത്തൃ അനുഗ്രഹമായി തിരുവാൻ തക്കണം ഇടയാണ്. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം സകല ദേശക്കത്തൻ അധികാരമുള്ള പുനഃനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥന 1-ാം ദിവസമാണ്. ഹാലിൽ 1-ാം ദിവസം നിൽക്കുമ്പം ഒരു ഡെലിവറൻസ് മെസ്സേജ് ഒക്കെ ആയിരിക്കും ആൾക്കാർ പ്രതീക്ഷയല്ല. ഞാൻ അല്പം ടീച്ചിങ്ങിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് ഉപവസിക്കുന്നുണ്ടല്ലേ. വിശ്വാസത്തിൽ വന്ന പോലെ കേൾക്കുന്ന ഉപവാസം ഉപവാസം ഉപവാസം. എന്താണ് ഉപവാസം? നമ്മൾ എങ്ങനെ ഉപവസിക്കണം, എന്തിനു വേണ്ടി ഉപവസിക്കണം എന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഹാലിൽ ഒരു എന്താ പറയാ, ഒരു ക്ലാസ് പോലെ വിചാരിച്ചാൽ മതി. അല്ലെ, നമുക്ക് ആദ്യം എന്താണ് ഉപവാസം? അല്ലെ, എല്ലാവർക്കും നമ്മൾ പറയും ദൈവത്തോട് കൂടെ വസിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഇരിക്കുക, ജഡത്തെ ജയിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളും ജഡത്തിന്റെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം എങ്ങനെ പറയാ വചനത്താൽ ജയിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടും മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് സകല വചനത്താലും ജീവിക്കുക. കാരണം നമ്മൾ ഉപവസിക്കുമ്പോൾ ശരിക്കും നമുക്ക് ശക്തി തരുന്നത് എന്താ? ദൈവത്തിന്റെ വചനം തന്നെയല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നെങ്കിൽ, ഇപ്പൊ 21 days ഒക്കെ നിൽക്കാൻ പറ്റുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ തന്നെയാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ദൈവത്തോട് കൂടെ ഇരിക്കാൻ ഞാൻ എപ്പോഴും പറയും ദൈവത്തോട് കൂടെ വസിക്കുക. ഭക്ഷണം കഴിക്കാതെ ഡയറ്റ് എടുക്കുന്നതല്ല ഉപവാസം. അതിൽ പ്രാർത്ഥന വേണം, ദൈവ സാന്നിധ്യം വേണം, വചനം മെഡിറ്റേഷൻ വേണം, എന്താ പറയാ, നമുക്ക് ആരാധന വേണം, ഇതെല്ലാം വേണം. അപ്പോഴേ ഒരു ഉപവാസത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് കുറച്ച് വിഷയങ്ങൾ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒന്നുമല്ല. അപ്പൊ ഉപവാസം അപ്പൊ നമ്മൾ ദൈവത്തോട് വചനം പറഞ്ഞിരിക്കുന്ന ഉപവസിക്കുന്ന ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നു. അപ്പൊ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും, അല്ലേ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കൂടെ വസിക്കുക എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം വചനത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകും. മോശ ദൈവത്തോട് കൂടെ ഇരുന്നപ്പോ എന്ത് സംഭവിച്ചു? മോശയുടെ മുഖം പ്രകാശിച്ചു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്കും പ്രകാശിക്കണം. എവിടെയാണ്? മുഖത്തായിരിക്കത്തില്ല പ്രകാശം, നമ്മുടെ ഹൃദയം പ്രകാശിക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, നമ്മുടെ ആത്മകണ്ണ് തുറക്കണം. അതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് എന്നിട്ട് നമ്മൾ എങ്ങനെ ഉപവസിക്കണം, നമ്മൾ എങ്ങനെ ഉപവസിക്കണമെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 16 തുടങ്ങി 18 വാക്യം ഒന്ന് വായിക്കാവോ? ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ആമേൻ. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ പറയുന്ന രഹസ്യത്തിൽ, എന്ന് വെച്ചാൽ ആരോടും പറയാതെ എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ നമ്മുടെ പിതാവുമായിട്ട് രഹസ്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലലുയ നമ്മൾ പറയാനും ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ കയറി അറയിൽ കയറി വാതിലടയ്ക്കാറുണ്ടെന്ന് പറയാൻ. അതുപോലെ നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് മുമ്പാണ് ഉപവസിക്കുക, വാടി മുഖമൊക്കെ കാണിച്ചിട്ടുണ്ടല്ല. നമ്മൾ രഹസ്യത്തിൽ അറയിൽ എപ്പോഴും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് കൂടെ ചേർന്നിരിക്കണം. ഇവിടെ ഉപവസിക്കുന്നവരാരും മുഖം വാടി തളർന്നു കുത്തി അങ്ങനെയല്ല. എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ദാനിയേൽ, ഞാൻ ഈ പ്രാവശ്യം ഉപവസിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ ഞാനിങ്ങനെ മെഡിക്കേഷനിലൊക്കെയാണല്ലോ, അപ്പൊ എനിക്ക് ക്ഷീണമായിരിക്കും, അല്ലെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ മെഡിസിൻ എടുക്കാതെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ദൈവം വേണ്ടി ഇടപെട്ടൊരു ഭാഗമാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ. അവര് വെള്ളവും ശാഖഭോജനം കഴിച്ചിട്ട് രാജാവിന്റെ ഭോജനം കഴിച്ചവരെക്കാട്ടി 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത മുഖമൊക്കെ പുഷ്ടി പ്രാപിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ലേലും ആഹാരം കഴിക്കുന്നില്ലേലും ദൈവം നമ്മളെ ബലത്തോടെ നിർത്തും, ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല എന്ന് ദൈവം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രഹസ്യത്തെ, അപ്പൊ നമ്മളെന്താ പിതാവിനോട് കൂടെ ചേർന്നിരിക്കുന്നതായിരിക്കണം. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന പിതാവ്, നമ്മൾ ഉപവസിക്കാൻ നമ്മൾ എന്ത് മനസ്സിന് വേണ്ടി, എന്ത് കാര്യത്തിന് വേണ്ടി ഉപവസിക്കുന്നു,
നമ്മൾ പറയുന്ന ചിലപ്പോൾ ഒന്നുമില്ല, എനിക്ക് ആത്മീയമായിട്ട് അനുഗ്രഹം പ്രാപിച്ചാൽ മതി, ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് കയറാൻ വേണ്ടി അടുത്ത ലെവലിലേക്ക് കയറിയാൽ മതി, ഇതിനെ. പക്ഷേ ഹൃദയത്തിൽ എന്താ നിന്റെ ആഗ്രഹം? ഇത് കാണുന്ന പിതാവ്. അപ്പൊ രഹസ്യത്തിലാണ് നമുക്ക് ഉപവസിക്കാൻ പറയുന്നത്. രഹസ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രഹസ്യത്തിലല്ല നമ്മൾ അനൗൺസ് ചെയ്തത് അല്ല, 21 days ഫാസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഉപവസിക്കുന്നത്. അതിനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. പബ്ലിക്കലി പറയാം ഇവിടെ നമുക്ക് നമ്മളുടെ രഹസ്യം നമ്മുടെ ഹൃദയത്തെ കാണുന്ന പിതാവ്. അവിടെയാണ് ആ രഹസ്യം. നമ്മൾ രഹസ്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാ? നമ്മുടെ ഹൃദയത്തിലാ. ഹാലയില്ല. അപ്പൊ അതൊരു രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. അടുത്ത് നമ്മൾ ഉപവസിക്കുമ്പോ എങ്ങനെ ഉപവസിക്കണമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിന്റെ 3 തുടങ്ങി 6 വരെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ നോമ്പ് നിൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതമനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും പിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? താഴോട്ട് വായിച്ചാൽ നമുക്കറിയാം, വിശപ്പുള്ളവൻ നിന്റെ അപ്പം നിർത്തി കൊടുക്കുന്ന. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത് ഉപവസിക്കുമ്പോ എങ്ങനെ ഒരു ചടങ്ങല്ല ഉപവാസം. ഹാലയില്ല. ഇവിടെ പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ജോലിക്കാരനെ അധ്വാനിപ്പിക്കുന്നു, വിവാദത്തിനും കലഹത്തിനുമായിട്ട് നിങ്ങൾ ഉപവസിക്കുന്നു. ഹാലയില്ല. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം അതല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസമാണ് ദൈവം 6-ാം വാക്യം തുടങ്ങി പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കണം, നുകത്തിന്റെ അമിക്കരെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരെ വിട്ടേക്കുക, എല്ലാ നുകത്തെയും തരണം. ഇതല്ലേ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം നമ്മൾ എങ്ങനെ ഉപവസിക്കണം എന്ന് ദൈവം പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം മനുഷ്യൻ. അപ്പൊ ഉപവസിക്കുന്ന സമയത്ത് ഞാൻ പറയും, എങ്ങനെയാ നുകം തകരുന്നത്? എങ്ങനെയാ അന്യായ ബന്ധനങ്ങൾ അഴിയുന്നേ? എങ്ങനെയാ നുകത്തിന് അവക്കേറി പൊട്ടിപ്പോകുന്നത്? ഹാലയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് കൂടെ അകരയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോടൊപ്പം നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ജീവിതത്തിൽ? ദൈവികമായ മോശയുടെ മുഖം പ്രകാശിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന കയ്പും വെറുപ്പും പകയും പിണക്കവും ആ ജഡികമായ സകലതും പോകാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് പോകുന്ന സമയത്ത് എങ്ങനെയാ? ആ പോകുന്ന സമയത്താണ് എന്താ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മുഖങ്ങൾ നമ്മൾ അറിയാതെ പോകും. കുറെ നാളുകളായിട്ട് ചില രോഗശക്തികൾ, ചില ബന്ധനങ്ങൾ, ചില പിശാച് അവകാശം പറഞ്ഞ ചില മേഖലകൾ നമ്മൾ സ്വതന്ത്രമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഉപവസിക്കാൻ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒക്കെ പിന്നാലെ പോകരുതെന്ന്. പക്ഷെ നമ്മൾ ഉപവസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വിഷയങ്ങൾ വന്നു വിടും. ഇന്ന് ഞാൻ വീട്ടിനകത്ത് രാവിലെ പോയിട്ട് ഉച്ച കഴിയുമ്പോൾ ഏതാണ്ട് 2-3 മണി ആയപ്പോഴാണ് തിരിച്ചു വരാൻ പറ്റും. കാരണം ഉച്ചക്കലത്തെ പ്രേയർ അതുകൊണ്ട് കയറാം. അപ്പം ഇതെന്താ വെച്ചാൽ നമുക്ക് ഒരു കാര്യം നമ്മൾ പിശാച് അതിനപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇരിക്കാൻ സമ്മതിക്കാതെ വേണം ചില വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട്. ഇത് ദൈവത്തിന് മുന്നേ അറിയാം. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് വെള്ളിയാഴ്ച തന്നു. ഞാൻ ഷേർലി സിസ്റ്റർ പറഞ്ഞു, ശനിയാഴ്ച രാവിലത്തേക്ക് മെസ്സേജും തിങ്കളാഴ്ച പറയാനുള്ള മെസ്സേജും വെള്ളിയാഴ്ച ദൈവം തന്നിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് ദൈവത്തിന് മുന്നേ അറിയാം. അല്ല, ഞാൻ സാധാരണ ലാസ്റ്റ് മൊമെന്റ് മെസ്സേജ് നോക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് അങ്ങനെ നോക്കാനിരിക്കുകയാണെങ്കിൽ ഇതൊരു സമയം കിട്ടും. അപ്പൊ നമ്മൾ ഇരുത്താൻ ആ പിതാവിനോട് കൂടെ ദൈവം എനിക്കൊരിക്കൽ ഞാൻ പറയും, കർത്താവ് എനിക്കൊരു പ്രാർത്ഥനാ റൂം വേണം, അതിന് പേരുണ്ടോന്ന്. ഞാനിങ്ങനെ പ്രെയർ റൂം എന്നൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇന്നോ ഇതൊന്നും അല്ല പ്രാർത്ഥന റൂമിന്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ദൈവം എന്നോട് പറഞ്ഞു, ഇറ്റ്സ് എ സീക്രട്ട് പ്ലേസ്. അങ്ങനെ പേരെഴുതി വെക്കണോ? സീക്രട്ട് പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ രഹസ്യ സ്ഥലമാണ്. കാരണം ആരുമായിട്ട് രഹസ്യത്തിലായിരിക്കും? കർത്താവുമായിട്ടിരിക്കുക നമ്മൾ. ദൈവമായിട്ട് നമ്മൾ രഹസ്യത്തിലിരിക്കുന്ന സ്ഥലം. അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. ഹാലയില്ലേ. കാരണം വെച്ചാൽ ആ സാന്നിധ്യം നമ്മൾ വന്നു കഴിയുമ്പോഴത്തേന് ആ സാന്നിധ്യത്തിന് കീഴിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയമൊക്കെ മറന്നിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഇരിക്കണം. ഉപവസിക്കുമ്പോൾ ഞാൻ ആദ്യം ഉപവാസം എന്താണെന്ന് പറഞ്ഞു. ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം എന്നാണ് അടുത്ത യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അവിടെ പറഞ്ഞെന്താ? അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നമ്മൾ
പ്രാർത്ഥിക്കണം. അപ്പൊ ആ രഹസ്യത്തിൽ കാണുന്ന പിതാവ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്താ? നമ്മുടെ രഹസ്യത്തിൽ, മറ്റാർക്കും അറിയത്തില്ല എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ ഈ ഭൂമി മലയാളത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല, അല്ലേ? പക്ഷെ എന്റെ കർത്താവിനറിയാം എന്റെ ഹൃദയത്തിൽ ഞാൻ പറയേണ്ട ഒരു ദീർഘനിശ്വാസം വിട്ടപ്പോൾ. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അനേകർ ചിന്തിക്കാറുണ്ട്, അയ്യോ എനിക്ക് ആരുമില്ലല്ലോ, എന്റെ സങ്കടം ഒന്ന് കേൾക്കാൻ ആരുമില്ലല്ലോ, എന്റെ വിഷമം ആരും അറിയുന്നില്ലല്ലോ, എന്നെ ആരും കാണുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മളും ചോദിക്കാം. പക്ഷേ നമ്മളെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അത് ദാവീദ് പറയുന്ന പോലെ എവിടെ പോയി വിളിച്ചാലും അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഒരു ദൈവത്തിന് മുമ്പിൽ. അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഉപവസിക്കുന്നതെന്ന്, നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പർപ്പസ് എന്താണ്? ഒരു ഉപവാസത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മളെല്ലാം ഉപവസിക്കാണ്. ചിലർ പറയും വിഷയങ്ങളൊക്കെ വിടുതൽ ലഭിക്കാൻ വേണ്ടി ഒരു ലിസ്റ്റൊക്കെ എഴുതി വെച്ച് ഉപവസിക്കും. ചിലർ എനിക്ക് ആത്മീയമായ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഉപവാസം. പക്ഷെ ബൈബിളില് ഉപവാസം എന്തിനു വേണ്ടി എന്ന് പറയുന്ന ഒരു 8-10 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വെച്ചാൽ എന്തിനു വേണ്ടി നമ്മൾ ഉപവസിക്കണം, ഉപവാസം എന്താണ്, എങ്ങനെ ഉപവസിക്കണം, ഇനി എന്തിനൊക്കെ വേണ്ടി, പർപ്പസ് എന്താണ് ഉപവസിക്കുന്നുണ്ട്. പലർക്കും പല പർപ്പസ് അല്ലേ? അതുകൊണ്ട് ബൈബിളിൽ തന്നെ പല പർപ്പസിനുകൊണ്ട് ഉപവസിച്ചതുണ്ട്. അല്ലാതെ ഇത് കുറച്ച് ഹാലേലിയ പർപ്പസുകൾ നമുക്ക് ഇതിലേതാണ്, ഏതൊക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ടെന്ന് നോക്കാം. ഹാലേലിയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 13:2, 14:23 ഒക്കെ ഒന്ന് വായിക്കും സിസ്റ്റർ. അപ്പോസ്തല പ്രവൃത്തി. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു. അപ്പൊ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ചില വേർതിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹാലേലൂയ എന്താ പറയാ, ദൈവത്തിന്റെ ഒരു വിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡയറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപവസിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് അവർ വെറുതെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മ അവരോട് വേലയ്ക്ക് വേർതിരിക്കാൻ പറഞ്ഞെന്നല്ല. ഇവിടെ പറയുന്നത് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ ഉപവസിച്ച് പ്രാശവരമേൽ കൈവച്ച് അവരെ പറഞ്ഞു. വേലയ്ക്കായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ, ഒരാളെ വേർതിരിക്കണമെങ്കിൽ അവിടെ ഒരു ഉപവാസത്തോട് കൂടി ഒരു പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഇടയിലായിരിക്കും ചിലരെയൊക്കെ പരിശുദ്ധാത്മ പറയും എന്റെ വേലയ്ക്കായിട്ട് ഇവരെ വേർതിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ആ വേലയ്ക്കായിട്ട് ദൈവം, അത് ആരുടെ വേലയ്ക്ക് ഇവിടെ കൃത്യമായിട്ട് കേട്ട് പരിശുദ്ധാത്മ പറയുന്നത് എങ്ങനെയാണ്, ആ ചർച്ചിന്റെ വേലയ്ക്കായിട്ടൊന്നല്ല, ആ കൂട്ടായ്മയുടെ വേലയ്ക്കായിട്ടൊന്നല്ല. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ഹലേ എനിക്ക് വേർതിരിപ്പിൻ. ആർക്ക്? പരിശുദ്ധാത്മാവിന് വേർതിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി വേർതിരിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഉപവാസ പ്രാർത്ഥനയിലാണ് എന്താ പറയാ, ആ ദൈവത്തിന്റെ ഡയറക്ഷൻ ഇവർക്ക് കിട്ടുന്നത്, ആ ഒരു വിസ്റ്റം ഇവർക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. അത് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ എങ്ങനെയാണോ ചെയ്ത് ആ ബിബ്ലിക്കലി നമുക്ക് എന്ത് എക്സാമ്പിൾ ആണോ അല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനകത്തിരിക്കുന്ന പലരെ എനിക്കറിയാം, എന്റെ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. ഇതിലിരിക്കുന്ന 90% ആൾക്കാരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കർത്താവ് വിളിച്ച വേലയ്ക്കായിട്ട് ഞങ്ങൾക്ക് യോഗ്യരാകണം, വേർതിരിക്കപ്പെടണം. അല്ല, ദൈവം ഒരു പ്രോമിസ് നമുക്ക് ഉപവാസത്തിന് മുമ്പ് തന്നു. ഹല്ലേലൂയ. എന്താ പറയാ പറഞ്ഞത്? പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല. പുതിയ വീഞ്ഞ് വേണമെങ്കിൽ തുരുത്തി പുതിയതാകണം. അപ്പൊ പുതിയ തുരുത്തിയിലെ പുതിയ വീഞ്ഞ് പകരത്തുള്ളതുകൊണ്ട് തുരുത്തിയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം ഉപവാസം ദൈവം ആദ്യമേ തന്നെ നമുക്കൊരു മെസ്സേജ് തന്നു. ഹല്ലേലൂയ. കാരണം വെച്ചാൽ തുരുത്തി പുതുകിയാൽ ഒരു ഡിലേയും ഇല്ല, ആ മൊമെന്റിൽ നിങ്ങളുടെ തുരുത്തി ഫില്ലാകും. ഇന്ന് എന്തുകൊണ്ടാണ് തുരുത്തി പലതും ഫില്ലായിരിക്കുന്നത്? ഇനി ഫില്ല് ചെയ്യാൻ നീ പൊട്ടിപ്പോകും. കാരണം തുരുത്തി പഴയതാ, വീഞ്ഞ് പുതിയതാ. അല്ലെ, പുതിയത് ലഭിക്കണമെങ്കിൽ അല്ലെ നമ്മുടെ നമ്മളാകുന്ന തുരുത്തി ഒന്ന്, അപ്പൊ ഈ ഉപവാസം നമ്മൾ ആകുന്ന തുരുത്തി ഒന്നും അല്ലെ എന്താ പറയാ, അതിനെ ഒന്ന് റിന്യൂ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാൻ പറയാം പുതിയ അഭിഷേകം നമ്മുടെ മേൽ, പുതിയ വൈൻ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെയാണ് ആ സമയത്ത് അതുപോലെ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവർക്കാ എന്താ പറഞ്ഞ, ഓക്കെ ആയിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് വേർതിരിച്ചേക്ക്. എന്നിട്ട് അവരെന്ത് ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞു തരും. അപ്പൊ അതിനും ഒരു ഉപവസിച്ച് പ്രാർത്ഥിച്ച്
അല്ലെ? അപ്പൊ ഉപവാസവും പ്രാർത്ഥനയും കൂടി തന്നെയാണ് ഒരു കൈവെപ്പും ഒരു വേർതിരിക്കലും അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മ നമ്മളെ വേർതിരിക്കാൻ പറയുമ്പോഴും ഓരോരോ കൃപാവരങ്ങളായിട്ട് ഓരോ നിയോഗങ്ങൾ നമ്മൾ വന്നപ്പോൾ ഉള്ള നിയോഗമല്ല ഇപ്പൊ നമ്മുടെ മേൽ കിടക്കുന്നത്, ആണോ? അല്ല, ഓരോ ദിവസം കഴിയും തോറും ആ നിയോഗം മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ല, അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കണം. 14:21 വായിക്കും സിസ്റ്ററെ. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ആമേ. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ച്, നേരത്തെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ച്, ഇപ്പൊ മൂപ്പന്മാരെ നിയമിക്കുന്ന സമയത്തും ഒരു ഉപവാസം. ഹാലേ, വെറുതെ തോന്നുന്ന പോലെ ചെയ്യാനുള്ളതല്ല ദൈവത്തിന്റെ വേല, ദൈവത്തിന്റെ ഹാലയിലെ ശുശ്രൂഷ. എല്ലാത്തിനും ദൈവത്തിന് ഒരു ഡിവൈൻ ഡിസിപ്ലിൻ ഉണ്ട്. ഹാലൂയ, ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ അതൊക്കെ വിട്ടിട്ട് എങ്ങനെയെങ്കിലും എന്ന് അങ്ങോട്ട് ആകാമെന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കരുത്, ചെയ്യരുത്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ പറയാ, ഒരു ഒരുക്കമില്ല, ഉപവാസമില്ല, പ്രാർത്ഥനയില്ല. ഏതെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് ചെന്ന് നിൽക്കുമ്പോൾ വെറുതെ വായി തോന്നുന്നു പറയുന്ന പോലെ നിന്നെ അതിന് വെറുതെ ഇതിന് വെറുതെ നീ അങ്ങോട്ട് പിറ്റേ ദിവസം ഇത് കേൾക്കുന്ന ആൾക്കാരും തരാം, പിറ്റേ ദിവസം തന്നെ ഒരു കോട്ടും എടുത്തിട്ട് അങ്ങ് ഇറങ്ങും. എവിടെയൊക്കെ പോവുക എന്ന് ചോദിച്ചാ, ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ രാജ്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് പ്രവാചകനാക്കി എന്നൊക്കെ പറഞ്ഞു. അന്ന് തുടങ്ങി അവർ പക്ഷെ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്നറിയാം, നമ്മുടെ ദൈവനാമം ദുഷിക്കാൻ ഇടയാകുന്നുണ്ട്. അനേക ഇടങ്ങളിൽ വിളിച്ചു പറയുന്ന ഫോഷ്ക്കും ഇവരുടെ ആ പ്രവൃത്തിയും കാരണം ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ദൈവത്തിന് പറ്റിയ അബദ്ധമല്ല, അത് മനുഷ്യർക്ക് പറ്റിയ മാനുഷ്യമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, മാനുഷ്യ ബുദ്ധിയിൽ ചെന്ന് ശുശ്രൂഷയാണ് ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ മാനുഷ്യ ബുദ്ധിയിലും മാനുഷ്യ തീരുമാനങ്ങളും അല്ല നമുക്ക് വേണ്ടുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പറയണം. ഇപ്പൊ സഭ നടത്തുന്നതൊക്കെ ഇതിനകത്തുണ്ട്. ഒരു കാര്യം സഭയിലേക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന് ആലോചന കിട്ടും വരെ നിങ്ങൾ ദൈവസന്നിധി ഇരിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാവുള്ളൂ. നമ്മൾ ഇരിക്കുന്നവർക്ക് ദൈവം ദൈവത്തിന്റെ കറക്റ്റ് ഡിറക്ഷൻ, ദൈവത്തിന്റെ വിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് വെളിപ്പെടുത്തും. ദൈവത്തിന്റെ ആഗ്രഹം അറിയാതെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം ദൈവസന്നിധി ഇരിക്കുകയാണ്, നീ അവിടെ ഇരുന്നാൽ മതി എന്ന് ദൈവം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, ഏലീശയോടും ഏലിയാവോടും പ്രവാചകന്മാരോടും എല്ലാവരും അങ്ങോട്ട് കർത്താവ് ഞാൻ എന്താ ചെയ്യണം, എവിടെ പോകണമെന്ന് ചോദിച്ചവര് ഇല്ല. അവരോട് കർത്താവ് ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങോട്ട് പോ, അത് പറ, അവരെ ചെന്ന് കാണി, ഇവിടെ പോയി പറ. അത് എന്താ കാര്യം? അവര് ദൈവത്തിന്റെ ആ ഡയറക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കും. നമുക്ക് ഇന്ന് ദൈവത്തിന്റെ ഡയറക്ഷൻ ഒന്നും വേണ്ട. നമുക്ക് തോന്നിട്ട് നമ്മൾ പോകും, കർത്താവ് വേണമെങ്കിൽ കുറേ വന്നോളം പറയും. അങ്ങനെയല്ല. ദൈവം എല്ലാത്തിനും ഒരു ഞാൻ പറയാം, നമ്മൾ കിങ്ഡം ഓഫ് ഗോഡ്, നമ്മൾ ഈ രാജ്യത്തിന്റെ രാജ്യത്ത് താമസിച്ച് നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ദൈവരാജ്യത്തിന് പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മളായിരിക്കുന്ന ലോകരാജ്യത്തിന് പ്രിൻസിപ്പിൾ ഉണ്ടല്ലേ, എല്ലാത്തിനും നിയമങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അതുപോലെ തന്നെ ദൈവരാജ്യത്തിനും ചില നിയമങ്ങളുണ്ട്, ചില ഡിസിപ്ലിൻ ഉണ്ട്. അതിൽ നമ്മൾ ആയിരിക്കണം. ഇവരെ നോക്കണ്ട. ആ കാര്യം ചിലപ്പോൾ നമ്മൾ വ്യക്തിപരമായ ദൈവത്തിന് അവരോടും പറഞ്ഞാലോ അല്ലെങ്കിൽ ഇവരോടും പറഞ്ഞ പോലെ ആയിരിക്കും നമ്മളോട് പറയാനുള്ള. പക്ഷെ നമ്മൾ എന്താ കേൾക്കണ്ടേ? ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് 20-ന്റെ 26-28 വായിക്കോ. അപ്പോൾ ഇസ്രയേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്ധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു. യഹോവയുടെ സന്ധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രയേൽ മക്കൾ യഹോവയോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിന്റെ നിയമപെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്ധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിന്യരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്ന് അവർ ചോദിച്ചതിന്, ചെല്ലുവീൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളിച്ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ എന്താ പറയാ, ഇവർക്ക് പ്രതിസന്ധി വന്നു. അവരെന്ത് ചെയ്ത്? അടുത്തുള്ള ആൾക്കാരെ അന്വേഷിച്ചു പോയില്ല. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഇരുന്ന് എന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചു. എന്ത് ചെയ്യണം? ഞങ്ങൾ പോണോ ഇനി പുറകെ? അത് ഇവിടെ വെച്ച് നിർത്തണോ?
അത് മടങ്ങിപ്പോണോ? ചോദിച്ചപ്പോൾ എന്താ കർത്താവ് ഇപ്പോൾ പറയുകയാണ്, ദൈവം അവരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ സർവ്വജനം കയറി ബേഥേലിലേക്ക് അവിടെ യഹോവയുടെ സന്നിധി കരഞ്ഞുകൊണ്ട് ഉപസിച്ച് അവരെ സന്ധ്യയിൽ ഉപസിച്ച് പ്രാർത്ഥന യഹോവയുടെ സന്നിധി അവിടെ ഇസ്രായേൽ മകൻ യഹോവയുടെ ചക്കാലത്ത് ദൈവത്തെ നിയമപ്പെട്ട അഹരോന്റെ മകനായ ഏലിയാസന്റെ മകൻ ഹിനിയാസായിരുന്നു അക്കാലത്ത് തിരുസന്നിധി. അവരുടെ ചോദിക്കുന്നത് എന്താ? ഞങ്ങളുടെ സഹോദരന്മാർ ബെന്യാമീനോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണം, ഒഴിഞ്ഞു കളയണം എന്നവർ ചോദിച്ച്, ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചപ്പം ദൈവം മറുപടി പറഞ്ഞു. എങ്ങനെയാ? വെറുതെ അവർ ചോദിച്ചൊന്നുമല്ല. ഹാലേലിയ, അവര് അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് ചോദിച്ചു. ഹാലേലിയ, നമ്മുടെ ജോഷയുടെ പുസ്തകം പഠിക്കാൻ നമുക്കറിയാം. ജോഷ പറയും, എന്താ പറയാ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഒരു ശുദ്ധീകരണം അവിടെ വേണം. എന്തിനാ? നാളെ ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ പോകും. പക്ഷെ അതിനെന്ത് വേണം? ശുദ്ധിയോട് വേണം. നമ്മളൊരു ശുദ്ധീകരണമാണ് നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത്. ശരീരത്തിന് മാത്രം കുറച്ച് കൊഴുപ്പൊരിയും പോകുന്ന ശുദ്ധീകരണമല്ല, ആത്മാവിനും എന്താ പറയാ, ദേഹം, ആത്മാവ്, ഇത് മൂന്നിടത്തും ഒരു ശുദ്ധീകരണം നടക്കുന്നത്. എങ്ങനെയാ ദേഹിയിൽ ശുദ്ധീകരണം വരുന്നത്? നമ്മുടെ മനസ്സിന്റെ ഇച്ഛയാണ് നമ്മൾ പലപ്പോഴും ശരീരത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത്, അല്ലേ? പക്ഷെ ഉപവാസം ഇരിക്കുമ്പം മനസ്സിനെ ആരുടെ അണ്ടറിലായിരിക്കും അറിയാവോ? ആത്മാവിന്റെ അണ്ടറിലായിരിക്കും. അപ്പം മനസ്സെന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ആത്മാ പറയും, ഇല്ല ഇരി, അവിടെ താഴെ ഇരി, ഇന്ന് നീ അല്ല പറഞ്ഞു, ഞാനാ പറഞ്ഞു എന്ന് പറയും. അപ്പൊ നമ്മുടെ ആത്മാവിലും മനസ്സിലും അല്ലെങ്കിൽ സോളിലും ബോഡിയിലും ഒരുപോലെ ശുദ്ധീകരണം നടക്കുന്ന കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. എല്ലായിടത്തും വരും. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം അറിയണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഞാൻ പറയാണ്ട്, കുഞ്ഞുങ്ങളുടെ വിവാഹകാലത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധി വെക്കണം. നമ്മളങ്ങോട്ട് കൊണ്ടുവെക്കാൻ ദൈവം മറുപടി പറയത്തൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരാഴ്ച, ഒരു മാസമൊക്കെ അത് വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കൃത്യമായി വ്യക്തമായി കേൾക്കാതെ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കരുത്. നമ്മുടെ ഡൽഹിയിൽ ശുശ്രൂഷ പാസ്റ്ററാണ്, പുള്ളിക്കാരൻ പറയും, പല ആൾക്കാരും ഞാനൊക്കെ ചെയ്യുന്ന കാര്യം കേട്ടോ, ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് കർത്താവ് ഒരു ആലോചന, എന്നിട്ട് കാത്തിരിക്കാൻ ബൈബിള് അങ്ങോട്ട് എടുത്ത് അടച്ചിട്ട് ഒരു തുറപ്പ് അല്ലേ, എന്നിട്ട് അവിടെ നിന്ന് വചനം എടുക്കുക, വായിക്കുക, പോവുക. ഇതല്ല ശരിക്കും ആലോചന. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ദൈവം നമ്മളോട് സംസാരിക്കും വരെ, ദൈവം ഒരു വചനം നമുക്ക് തരുന്നത് വരെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ശരിയായ ആലോചനയാകുന്നത്. മറ്റേ നമ്മൾ ഒപ്പിക്കൽ ആലോചനയാകും മിക്കവാറും. അല്ലെ, ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ചില സമയങ്ങൾ നമുക്ക് ഇരിക്കാൻ ക്ഷമയൊന്നും ഇല്ലെങ്കിൽ, പക്ഷെ എന്നാലും കർത്താവ് നമ്മളോട് സ്നേഹം കൊണ്ട് തെറ്റിച്ച് കളയത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് അതിനകത്തേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത് കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും വേണ്ടി ഉപവസിക്കും. പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡിറക്ഷൻസ്, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ ഇരിക്കണം. അടുത്ത 2 ക്രോണിക്കൽസ് 20:3-4 ഒന്ന് വായിക്കോ. ഹല്ലേലൂയ, സ്തോത്രം, chapter 20 verse 3 and 4. യഹോശാഫത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശാഫത്ത് യുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യെരുശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെ 20:26 അല്ല, സോറി, 20:3-4. ശരി, ഓക്കെ, വായിച്ചത് ഒന്നുകൂടെ വായിക്കണോ? വേണ്ട. ഓക്കെ, ഇവിടെ എന്താ, ഇവിടെ അവർക്ക് പ്രതിസന്ധി വരും, ഒരു യുദ്ധം വരുന്നു. അവരെന്ത് ചെയ്യുന്ന അവിടെ? ഭയപ്പെട്ട് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യം. യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം. അപ്പം യഹോവയെ അന്വേഷിക്കാൻ ദൈവം എന്താ വല്ല മറഞ്ഞു പോയോ? ഒളിച്ചു പോയോ? ദൈവം ഒന്നും പോയിട്ടില്ല. പക്ഷെ പോയത് ആരാന്നറിയാവോ? ഇവരെ തെറ്റിപ്പോയത്. നമ്മള് പലപ്പോഴും പറയും ദൈവത്തെ അന്വേഷിക്കാൻ എന്ന് പറയും. ദൈവത്തെ അന്വേഷിക്കാൻ ദൈവം ഒന്നും പോയിട്ടില്ല, ദൈവം അവിടെ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പിന്മാറി വഴി മാറിയൊക്കെ പോകും. ഇവിടെ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി യഹോവയെ അന്വേഷിക്കേണ്ട ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എന്നിട്ട് യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവര് യഹോവയെ അന്വേഷിപ്പാൻ വന്നു. കർത്താവ് എന്താ വിളിച്ചിരിക്കുകയാണെന്ന് ചോദിക്കും. പക്ഷെ എന്താ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു ഡെലിവറൻസ് വേണം അവർക്ക്.
അപ്പൊ അവര് ഒരു ഡെലിവറൻസ് അല്ലെ, ഡെലിവർ ചെയ്യാനായിട്ട് ഒരാൾക്കേ പറ്റത്തുള്ള അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ പല വിഗ്രഹത്തിന് പിന്നാലെ അല്ലെങ്കിൽ കാളക്കുട്ടിയൊക്കെ എടുത്ത് നടന്നാലൊന്നും ഹാലയില്ല. ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി വന്നാൽ വിടുവിക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് പലരും വിടുതൽ കാണാൻ വേണ്ടി ഉപവസിക്കാറുണ്ട്. തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റല്ല. ഹല്ലേലൂയ. അപ്പം പക്ഷെ ഈ വിടുതൽ എങ്ങനെയാണെന്നറിയാവോ? നമ്മള് യോനയുടെ പുസ്തകം വായിച്ചാൽ കാണാം. യോന പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാം, അവർ അവരുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു എന്ന് യഹോവ കണ്ടപ്പോൾ അവർക്ക് വരുവാൻ വെച്ചിരുന്ന അനർത്ഥം ഹല്ലേലൂയ ദൈവം ഇത് മാറ്റിക്കളഞ്ഞു. എന്താ വെച്ചാൽ നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞെടുത്ത് നശിപ്പിച്ചില്ല. എന്താ ദൈവം കണ്ട്? എന്ത് കണ്ട്? അവർ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം കണ്ടപ്പോൾ. ഇപ്പൊ ഡെലിവറൻസ് വേണ്ടി ഉപവസിക്കുന്ന നമ്മൾ നമ്മുടെ ഹൃദയത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞില്ല എങ്കിൽ ഉപവസിച്ചുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ. അപ്പൊ ഡെലിവറൻസ് എപ്പോഴും ലഭിക്കുന്നത് എന്താ? ദൈവത്തെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഡെലിവറൻസ് ഉണ്ട്. പക്ഷെ ഡെലിവറൻസ് ലഭിക്കുന്നത് ഇവിടെയും ഇവര് യഹോവയുടെ മുഖം അന്വേഷിക്കാൻ അവരെല്ലാരും കൂടി വന്ന് യഹൂദന്മാരൊക്കെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കല് തന്നെ. നമ്മളെ പോലെ ഉടായ്പൊന്നും കാണിക്കത്തില്ല. നമ്മൾ ഉപവാസമാണോ? ഞങ്ങൾ ഉപവാസ. എന്തിനാ ഉപവസിക്കുന്നത്? നമ്മുടെ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തിനു വേണ്ടി? ഇപ്പൊ ഒരാൾക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ ദൈവത്തിന് അതിന് ഫോക്കസ് പലതുണ്ടാവും. ഒരു ജീവിക്കാൻ ഒരു നിവർത്തിയുമില്ല. എനിക്കൊരു ജോലി കിട്ടിയേ മതിയാകത്തോളം ദൈവം തീർച്ചയായിട്ടും ജോലി തരുന്നില്ല. പക്ഷേങ്കില് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാളാകണം, അവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം, ഇവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് തലയുയർത്ത് നിൽക്കണം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമെങ്കിൽ കുറച്ച് താമസം ഉണ്ടാകും. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ജോലിക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ നിരൂപണങ്ങളുണ്ടെന്ന് അറിയുന്ന ദൈവം. നമ്മളൊക്കെ കാറ് വാങ്ങിക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹമൊക്കെ കാണാമല്ലേ കുറെ ആൾക്കാർ. പക്ഷെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാറ് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള ആള് ഇതിനെക്കാട്ടി വലിയ കാർ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഉള്ള കാറ് കൂടെ പോയി കിട്ടും. അതേ സമയത്ത് നമുക്ക് ദൈവം തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്തെനിക്ക് മതി. ഹാലയില്ല. എന്ത് കാര്യത്തിലും നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണം വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഡെലിവറൻസിന് വേണ്ടി ഉപവസിക്കുന്നത് നമ്മൾ കണ്ടു. അടുത്തത് യോവൽ പ്രവാചകന്റെ പുസ്തകം 2:12. ആർക്കെങ്കിലൊക്കെ ബോറടിക്കുന്നുണ്ടോ? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ചത്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ പറയാം പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയും. നമ്മുടെ ഉള്ളിലൊരു എന്താ പറയാ ഒരു പശ്ചാത്താപവും ദൈവസന്നിധി എന്താ പറയാ നിലവിളിയോട് തകർന്ന ഹൃദയത്തോട് ദൈവസ്ഥലിൽ ഒരു മടങ്ങി വരെ ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. യോവൽ പുസ്തകം 1-ാം അധ്യായം വായിക്കാൻ നമുക്കറിയാം. അവർ തെറ്റിപ്പോയി. അതുകൊണ്ട് അവരുടെ ദേശമെല്ലാം നശിച്ചു കിടക്കുക. തുള്ളന് വെട്ടുക്കിളി എല്ലാം കയറി നശിപ്പിക്കുക. പക്ഷേ ഇവിടെ എന്താ അതിനുള്ള കാര്യം? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല അവിടെ അവർ വസ്ത്രം കീറി ഇട്ടുകൊടുത്ത് പെണ്ണുകളിലിരുന്ന് ഇതൊക്കെയോ. പക്ഷെ അവിടെ പറഞ്ഞ കാര്യം വസ്ത്രത്തെ അല്ല കീറേണ്ടെന്ന്, ഹൃദയത്തെ കീറണം. അതുപോലെ പറയാം. ദൈവം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഉപവസിക്കണം എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിയണമെന്ന് യഹോവയുടെ. അപ്പൊ നമ്മള് അങ്ങനെ കരഞ്ഞു വിളിച്ച് ഉപവസിക്കണമല്ല ദൈവം ഉദ്ദേശം. പക്ഷെ നമ്മുടെ ഹൃദയം നമുക്ക് അവരോട് ആശ്ചര്യമായിട്ട് തന്നെ ജഡികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളോട് അത് ആത്മാവിലാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു പരിച്ഛേദന ഉണ്ടായത്. പക്ഷെ നമുക്ക് പരിച്ഛേദന എവിടെ തന്നേക്കുന്നത്? ഹൃദയ പരിച്ഛേദന നമുക്ക് തന്നേക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഹൃദയത്തിലാണ് അഗ്രചർമ്മം ഉള്ളത് കട്ട് ചെയ്ത് കളയേണ്ട ദൈവം. അപ്പൊ നമ്മുടെ ഹൃദയമാണ് എപ്പോഴും ശുദ്ധം. അപ്പൊ ഇവിടെ പറയുന്ന പൂർണ്ണ കരച്ചിലോട് നമ്മളുടെ എന്താ ഹൃദയം തകർന്ന ഹൃദയത്തോട് ആയിരിക്കണം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്, ഉപവസിക്കേണ്ടത്. അഹങ്കാരവും നകളവും അസൂയയും കുശുമ്പൊക്കെ വെച്ചുകൊണ്ട് പോയി ഉപവസിച്ചിട്ട് ഒരു കാര്യമില്ല. പട്ടിണി ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഗുണം ഉണ്ടാകത്തില്ല.
അവിടെയൊക്കെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തണം. ഹൃദയത്തിൽ കിടക്കുന്ന കയ്പെല്ലാം കളയണം. ദൈവസന്നിധി നമ്മൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്ന് ആദ്യം പറഞ്ഞത്. അതെവിടെ വരുന്നത്? രഹസ്യത്തിൽ കാണാം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ? അപ്പൊ നമ്മുടെ ഒരു പശ്ചാത്താപമുള്ള, ഒരു കുറ്റബോധമുള്ള മനസ്സിൽ നമുക്ക് എന്തിനാ ഞാനിപ്പോ എന്റെ സത്യമായി ഉപസിക്കണം. എനിക്ക് കുറെ സ്വഭാവങ്ങളുണ്ട്. ഞാൻ മൊബൈലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും സാറാ മാസ്റ്റർ പറയും, എന്തെങ്കിലും ഒരു കുക്കിംഗ് നോക്കാനകത്ത് എടുത്ത് വെക്കുന്നതായിരിക്കും. പക്ഷെ തോണ്ടി 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 അതിനകത്തിരിക്കും. അത് എത്ര വിചാരിച്ചാലും മാറും. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഉപവസിക്കണം. അപ്പൊ എന്താ, ദൈവസ്ഥലിൽ ഇരിക്കേണ്ട സമയത്തെ പാഴാക്കി ചിലപ്പോൾ വെറുതെ ഇരുന്നാലും നമ്മള് ദൈവസ്ഥലിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യാതെ നമ്മൾ അലസരാക്കി ഇരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രയോജനപ്പെടുന്ന സമയത്ത് നമ്മൾ ഇവിടെ കുത്തിയിരുന്ന ഇനിയും നിന്റെ ശുശ്രൂഷ വൈകും. അപ്പം നമ്മളുടെ ആ ഉദ്ദേശം എന്താ വെച്ചാൽ, അവിടെയൊക്കെ നമുക്കൊരു കുറ്റബോധമുണ്ട്. പലപ്പോഴും ഞാൻ പറയണം, ഞാൻ മൊബൈലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മ അന്യഭാഷ പ്രാർത്ഥിക്കുന്നതിന്റെ ചെവി കേൾക്കാൻ പറ്റും. അപ്പൊ എനിക്കറിയാം എനിക്ക് സൈറണാണെന്നറിയാം. എന്നാലും ചിലപ്പോൾ ഇതിങ്ങനെ പിടിച്ചോണ്ട് തന്നെ, ഇത് കേട്ടോണ്ട് തന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. കാരണം ഇവിടെ സൈറൺ തന്നാലും നമ്മൾ അനുസരിക്കാതിരിക്കുന്ന സ്ഥലമുണ്ട്. ചിലപ്പോൾ നമുക്ക് അടിയും കിട്ടും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അടിയൊക്കെ കൂടും. പക്ഷേ അവിടെയൊക്കെ നമുക്കൊരു എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ തോന്നും, അയ്യോ കർത്താവേ വേണ്ടാത്, ശരിയായില്ല, അല്ലെങ്കിൽ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ കുറ്റബോധം വരും, സങ്കടം വരും. നമ്മൾ ചിലപ്പോൾ കരയും ദിവസം ഇരുന്നിട്ട്. അപ്പൊ നമുക്ക് അതിന് ചിലപ്പോൾ നമ്മുടെ ജഡീകമായിട്ട് നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മൾ എന്താ വെച്ചാൽ, ദൈവത്തെ കൂടുതൽ കൂട്ടുപിടിക്കുന്ന നമ്മൾ ഉപവാസിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മാനുഷികമായ സ്വഭാവമൊക്കെ, ജഡീകമായ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങും. അപ്പൊ നമുക്കൊരു തകർന്ന ഹൃദയത്തോട്, ഒരു നിലവിളിയോട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടി നമുക്ക് ഉപവസിക്കാം. ഒരു മടങ്ങി വരവിന് വേണ്ടിയിട്ട്. അതാണ് യഥാർത്ഥ വേട് പറഞ്ഞ ഒരു മടങ്ങി വരും. എവിടേക്കാ? ദൈവത്തിങ്കിലേക്ക് ഒരു ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി, എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയെങ്കിൽ ആ തെറ്റിപ്പോയ വഴിയിൽ തിരിഞ്ഞു നടന്ന് നമ്മൾ പോയ വഴി നേരെയുള്ള വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ഒരു നടപ്പായിരിക്കും ഒരു ഉപവാസത്തിന്റെ ഉദ്ദേശം, പർപ്പസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ നമുക്ക് ഉപവസിക്കാൻ പറ്റും. അടുത്ത നമ്മള് എസ്രയുടെ പുസ്തകം 8-ാം അധ്യായത്തിന് 22-23. എട്ടാമത്തെ 22-23 എസ്ര കിട്ടിയില്ലേ? ഞാൻ വായിക്കട്ടെ. അല്ല, ഞാൻ എടുക്കാം. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായതും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായി ഇരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇവിടെ എന്താ പറയാ, അവരെ സ്ട്രെങ്തൻ ചെയ്യൊരു പ്രെയർ. എന്താ അവർ പറഞ്ഞു? രാജാവ് പറയും, അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചേവകരെ അതൊക്കെ തരാം. നിങ്ങൾ ഇവിടുന്ന് ഈ ആലയത്തിന്റെ ഇതൊക്കെ ആയിട്ടല്ലേ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കള്ളന്മാരൊക്കെ ചിലപ്പോൾ വരും. അപ്പൊ പറയുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല രാജാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്. അവര് ധൈര്യപൂർവ്വം പറഞ്ഞ കാര്യം. അവർ പറഞ്ഞാൽ, അപ്പം ഞങ്ങളുടെ ദൈവത്തിന്റെ കാര്യം അവനെ അന്വേഷിച്ച് ഏവർക്ക് അനുകൂലമായി അവൻ ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നത് ഞങ്ങൾ രാജാവിന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ വഴിയിൽ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിനൊക്കെ അനുകൂലമായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇനി പോയിട്ട് രാജാവേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്താ പറയാ, രണ്ടും സേവകരെ തന്നെ അല്ലെങ്കിൽ പടയാളികളെ തന്നെ പറയാൻ പറ്റത്തില്ല, നാണക്കടില്ല. അപ്പൊ ചിലപ്പോൾ ചോദിച്ചാലോ, നിങ്ങളുടെ ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നില്ലേ, പിന്നെ എന്തിനാ ഇതൊന്നും ചോദിക്കുന്നത്? നേരത്തെ ഞാനൊരു ദിവസം ഇങ്ങനെ ഞാൻ വിശ്വാസം വന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ ദൈവദാസൻ, നാട്ടിലെ ദൈവദാസൻ, ഒരു കാര്യമില്ല, രണ്ട് സൈഡിലും രണ്ട് സ്യൂട്ടും കൊട്ടൊക്കെ ഇടിച്ച് രണ്ട് ബ്ലാക്ക് കാറ്റ്സ് പോലെ രണ്ട് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ശുശ്രൂഷിക്കാൻ നിൽക്കും. അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ എന്ന് വെച്ച് പറഞ്ഞ്, അത് അവിടെ ആരാണ്ട് അറ്റാക്ക് ചെയ്യാൻ വന്ന് അങ്ങനെ ഭീഷണിയുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവമേ ഇത്രയ്ക്ക് ബോധമില്ലേ? ഞാൻ നമ്മുടെ ചുറ്റും സ്വർഗത്തിൽ ദൈവത്തിന്റെ ഒരു ദൂത സഞ്ചയ കൂട്ടമുണ്ട് നമുക്ക് ചുറ്റും, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും. എന്താ പറയാ, അത് പാളയം ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞേക്കുന്ന ഒരു ദൂതൻ ഇറങ്ങിയപ്പം എത്രണ്ണത്തിനെ കൊന്നെന്ന് അശൂർ പാളയത്തിലേക്ക് പോയപ്പം അപ്പൊ നമ്മുടെ കൂടെ കുറഞ്ഞ മിനിമം 2 ദൂതനെങ്കിലും ഉണ്ടാവും നമുക്ക്. ഈ 4 ആൾക്കാര്, 4 ആൾക്കാർ അപ്പം നിർത്തിയേക്കുന്നവര്. അപ്പൊ എന്ത് വെളിപ്പാടിലാണ് നിർത്തിയേക്കുന്നത്? മനസ്സിലായോ? നമുക്ക് എന്തിനാ സെക്യൂരിറ്റി? സാറാ മിസ്റ്ററെ?
ഹല്ലേലൂയ. കാരണം നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാ. ഇവിടെ പറഞ്ഞ പോലെ അവനെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിനൊക്കെ അനുകൂലം. ഞാൻ അവനെ അന്വേഷിക്കാൻ നടക്കുന്നതാണെങ്കിൽ ശരിയായിരിക്കും, പ്രതികൂലം. അപ്പൊ ചിലപ്പോൾ സെക്യൂരിറ്റി ഒക്കെ കൊണ്ട് നടക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഒക്കെ അനുകൂലം. നമ്മൾ എത്രയോ ദൈവദാസന്മാരുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ആമേ ഹാലെന്താ ആർഎസ്എസ്കാരും BJP-കാരും ഒക്കെ വടിവാളും കുന്തും അതും ഒക്കെ ആയിട്ട് വന്ന് നിന്നിട്ട് ഡോർ തുറന്നിറങ്ങിക്കോ, ആ റൂമിൽ കൂടെ പൊക്കോ, അവരെല്ലാം ഇതുപോലെ നമ്മള് സ്റ്റാച്യു പോലെ നിൽക്കുന്നു, ഇല്ലേ? ഈ അവസ്ഥ എത്ര കണ്ടേക്കുന്നു. നമ്മുടെ സാധു സുന്ദരസിംഗിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തിന് ഒരു ദിവസം ആ നാട്ടുകാരവര് അവിടെയുള്ള സുവിശേഷ വിരോധങ്ങളൊക്കെ ഓടിച്ചൊരു ഗുഹയെ കയറ്റിയിട്ട് പുള്ളി ഗുഹയെ കയറി സുഖമായിട്ട് കിടന്നുറങ്ങി. അതിനകത്ത് പാമ്പോ മറ്റേ എന്താ സിംഹോ ഏതാണ്ടൊക്കെ ഉള്ള ഗുഹ. പുള്ളി സുഖമായിട്ട് ഉറങ്ങി. രാവിലെ പുറത്തിറങ്ങുന്നപ്പോൾ നാട്ടുകാർ മൊത്തം കൂടെ നിൽപ്പുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഉപദ്രവിക്കാനൊന്നും നിൽക്കുകയല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ അദ്ദേഹം ഗുഹയിൽ കയറി കഴിഞ്ഞിട്ട് ഇവരാരും അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റാതെ കാരണം ആ മലയുടെ സൈഡ് മൊത്തം നമ്മുടെ പട്ടാളക്കാര് പടച്ചിട്ട് ധരിച്ച പട്ടാളക്കാർ നിൽക്കുന്നവര് കണ്ടു. എന്നാൽ ഇപ്പൊ ഇവർക്ക് അറിയണം ഇത് ഏത് രാജ്യത്തു നിന്ന് പട്ടാളക്കാരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതെന്ന്. അത് ചോദിക്കാൻ വേണ്ടി കാത്തു നിന്നവര് അവന്. കാരണം ഇതാണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. അതാണ് ഇവിടെ കൂട്ടരും വിശ്വസിച്ച് പറയുന്നത്. എന്താ ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഒക്കെ അനുകൂലം. ഇനി ചെന്നിട്ട് പടയാളെ തന്നെ പറയാം. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാ? അതുകൊണ്ട് അവർ യാത്ര വിടുമ്പോൾ ഒരു കാര്യം ചെയ്ത് അവരെന്താ വെച്ചാൽ, അതൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് തുണിയായിരിക്കേണ്ട പടയാളെ കുതിരപ്പര അവർ രാജാവിനെ ചോദിപ്പാൻ അവർ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അപ്പൊ അവര് പോയ വഴിയിലൊക്കെ ആര് പ്രൊട്ടക്ഷൻ കൊടുത്തു? ഹല്ലേലൂയ. ദൈവം പ്രൊട്ടക്ഷൻ കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ അവിടെ അവർക്ക് ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ആപത്ത് എന്നുള്ള ഒരു ഭയം അവർ ഉള്ളിൽ വന്നപ്പോൾ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപവസിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയ ഭീതിയോ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നമുക്ക് കടക്കാൻ പറ്റില്ലെന്നുള്ള ഒരു ഭീതി നമ്മൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആരോടും ആലോചിച്ച് ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും നിൽക്കരുത്, സഹായം ചോദിക്കാനും പോകരുത്. എന്ത് ചെയ്യണത്? നിങ്ങൾ ഇന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അവിടെ ദൈവം നമ്മൾ എന്ന് സ്ട്രെങ്തൻ ചെയ്യും. ഹാലയിൽ എന്നിട്ട് അതാ പറയുന്നത്. പൗലോസ് പറഞ്ഞു, ഇത് ശൂലമൊന്ന് മാറുക. കർത്താവ് പറഞ്ഞെന്താ? എന്റെ കൃപ നിനക്ക് മതി, ബലഹീനത എങ്ങനെ വരും. 4-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ പൗലോസ് എഴുതിയല്ലേ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. കാരണം അവന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ലോകത്തിലെ സകല നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് യുദ്ധം നടക്കുന്ന ഇറാന്റെ മിസൈലൊക്കെ വന്നാൽ പോലും കൂളായിട്ടോടെ ഇരിക്കുക. ഹല്ലേലൂയ. കാരണം എന്താ പറയാ, നമ്മുടെ ദൈവം അതിനെക്കാട്ടി അതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ അതിന് അപ്പുറമാണ് നമ്മുടെ ദൈവം, നമ്മുടെ പ്രൊട്ടക്ഷൻ. നമ്മുടെ ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം അല്ലേ, അവൻ നമ്മുടെ സങ്കേതമാ, കോട്ടയാ, നമുക്ക് ചുറ്റും പരിചയ. എന്താ പറയാ, ഇതെല്ലാമായ ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ മറ്റു പ്രൊട്ടക്ഷൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇവിടെ പറയാ ദൈവം എന്താ പറയാ, അവരെ സ്ട്രെങ്തൻ ചെയ്തു. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ. അടുത്ത 2 ശമൂവേലിന്റെ പുസ്തകം 1:11-12 വായിക്കാവോ? 2 ശമൂവേൽ chapter 1 verse 11 and 12. ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കീറി, കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ഇസ്രയേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ചു കരഞ്ഞ് സന്ധ്യ വരെ ഉപവസിച്ചു. അവിടെ ഒരു വിലാപവും ഒരു കരച്ചിലും. അപ്പം ദുഃഖം വരുമ്പോൾ ഹല്ലേലൂയ, മരണമൊക്കെ വരുമ്പോൾ നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പം നമുക്കൊരു അവിടെ പറയുന്ന ആ വിലാപവും കരച്ചിലും അവിടെ നടക്കുന്നത്. അത് ആ സമയത്ത് ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് നടത്താം. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകണ്ട. അടുത്ത നെഹമ്യാവിന്റെ പുസ്തകം 1:3-4. നെഹമ്യാവ് 1:3-4. അതിന് അവർ എന്നോട്, പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞുപോയി ശേഷിപ്പ് അവിടെ ഒരു സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു എന്തെന്നാൽ. കാരണം ഇവിടെ എന്താ പറയാ, സ്വർഗത്തിലെ ദൈവത്തോട് ഒരു കൺസേൺ അല്ലെങ്കിൽ
ഒരു ഒരു ആകുലത അല്ലെങ്കിൽ ഒരു വിഷമം എന്നിട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്താ നെഹമ്യാവ് ഉപവസിച്ചും പ്രാർത്ഥിച്ച് നെഹമ്യാവിന് വേണ്ടിയിട്ടാണോ? എനിക്കൊന്ന് ഞാൻ വിജയപാസ്റ്റർ ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസം പ്രസംഗിച്ച നെഹമ്യാവിന്റെ 1 പുസ്തകത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെ നെഹമ്യാവ് ഉപവസിക്കുകയും അവിടെ പറഞ്ഞ നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. അപ്പം സ്വർഗത്തിലെ ദൈവത്തോട് ഹല്ലേലൂയ എന്താ പറയാ, ഒരു കൺസേൺ പറയാ. എന്താ പറയാ, ഞാൻ അവിടെ കഷ്ടതയിലായി കിടക്കുന്ന, അതുകൊണ്ട് അതിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ട് ഒരു വിഷമം വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ആകുലത വന്നപ്പോൾ അത് നേരെ ദൈവത്തിന്റെ കയ്യിലേക്ക് വെറുതെ കൊടുത്തതല്ല, ഉപവസിക്കും. നമുക്ക് ഇന്ന് ഹല്ലേലൂയ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഹല്ലേലൂയ. പക്ഷേ യുദ്ധം നടക്കുന്നുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നേക്കുന്നു, അവർ വിഷമത്തിലായേക്കുന്നു. എത്ര പേര് ഉപവസിക്കാൻ പ്രാർത്ഥിക്കുന്ന വിഷയം വന്നിട്ട്? നേരത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നത് അവരുടെയൊക്കെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവര് ഉപവസിച്ചു പ്രാർത്ഥിക്കും. നെഹമ്യാവ് അവിടെ ഒന്നുമല്ല. നെഹമ്യാവ് നല്ല സുഖസുന്ദരമായിട്ട് നല്ല രാജാവിന്റെ കൂടെ ഹല്ലേലൂയ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല സുഖസൗകര്യം ജീവിക്കാൻ. നെഹമ്യാവിന് ഉപവസിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ പറയും അതങ്ങ് ദുബായിലല്ലേ, അതങ്ങ് കുവൈറ്റല്ലേ, നമുക്കല്ലല്ലോ കുഴപ്പം, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മൾ എടുക്കരുത്. നെഹമ്യാവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നെഹമ്യാവിന് വെറുതെ ഇരിക്കായിരുന്നു, സുഖത്തോടെ ഇരിക്കാമായിരുന്നു. പക്ഷേ അവിടെ നെഹമ്യാവ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവത്തിന് എന്താ പറയാ, സ്വന്തം ജനത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുക ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു ആകുലത വന്നപ്പോൾ ആ കൺസേൺ എന്ന് ആ ദൈവത്തോട് അറിയിക്കാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഉപവാസത്തിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും വ്യത്യസ്ത പർപ്പസാണ്. ഇതെല്ലാം നമുക്കും വരാം. നമ്മുടെ ഒരു ബന്ധു ഒരിടത്തപ്പം ദൂരെ ഒരു സ്ഥലത്ത് പെട്ടുപോയി കിടക്കുന്നതിൽ ആപത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട്, ഇല്ലേ? നമുക്ക് ഒരു വിഷമം ചെയ്യാം, ഒരു കൺസേൺ ഉണ്ട് ചെയ്യാം അവരെ കുറിച്ച്. ഹല്ലേലൂയ. നമുക്ക് ഞാനും എൻ്റെ കുടുംബവും എന്നാണല്ലോ നമ്മുടെ പോളിസി എന്ന് പറയുന്നത്. അതല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അടുത്തത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന് 1 തുടങ്ങി 11 വരെ. കുറച്ചുണ്ട്, എല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ സമയം തികയത്തില്ല. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഇവിടെ തുടങ്ങിയപ്പോ വായിച്ച അവന്റെ പിശാചിനെ പരീക്ഷിക്കപ്പെടുകയാണ്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചു അവന് വിശന്നു. ഹല്ലേലൂയ. അപ്പൊ 40 പകല് 40 രാവും ഉപവസിക്കേണ്ട പിശാച് എന്തിനാ അങ്ങോട്ട് നടത്തുക വെച്ചാൽ ടെംപ്റ്റേഷൻ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. എന്താ, പിശാച് വന്ന് പരീക്ഷിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ ജയിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താ പരീക്ഷ വീണു പോകുന്നതിന്റെ കാര്യം, ടെംപ്റ്റേഷനൊക്കെ വരുമ്പോൾ നമ്മൾ വീണു പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് പറയാ, നമുക്ക് സ്ട്രെങ്ത് ഇല്ലാഞ്ഞിട്ട്, അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പലരും ഉപവസിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ഉപവാസമൊക്കെ മാറ്റി വെച്ചിട്ട് പോയിട്ട് കഴിക്കും. എന്താ കാര്യം? സ്ട്രെങ്ത് ഇല്ല. അപ്പൊ ഇവിടെ യേശു കർത്താവിനെ പിശാച് പരിശുദ്ധാൻ മരുഭൂമിയിലേക്ക് നടത്തിയത് പിശാചിൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ്. നമ്മളടുത്ത് വായിക്കുമ്പോൾ 40 രാവും 40 പിശാച് അവന് പരീക്ഷിച്ചുകൊണ്ടേ ഇരുന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോ അടുത്ത് വന്നു. ഹല്ലേലൂയ.
മുമ്പിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ എന്തിനാ? അപ്പൊ ഒരു പരീക്ഷ വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളോട് ഉപവസിക്കാൻ പറയാണ്. പരിശുദ്ധാത്മ പലപ്പോഴും നമ്മൾ ഉപവസിക്കാൻ പറയും. എന്തിനാ പറയുന്നറിയാ? നിന്റെ മുമ്പിൽ ഹാലയ നിന്റെ മുമ്പിൽ ഒരു പ്രതികൂല അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പരീക്ഷ വരാൻ പോകുന്നുണ്ട്. നിനക്ക് അതിനെ ജയിക്കാൻ ഇപ്പോഴത്തെ സ്ട്രെങ്ത് കൊണ്ട് നിനക്ക് പറ്റത്തില്ല. ഈ കൃപ കൊണ്ട് നിനക്ക് പറ്റത്തില്ല. പലപ്പോഴും പലരും വീണു പോകുന്ന കാര്യം അവിടെയാണ്. അപ്പൊ നമ്മുടെ മേലുള്ള കൃപ ഇത് പോരാ എന്ന് തോന്നുമെങ്കിൽ ദൈവം നമ്മളോട് ഉപദേശിക്കുന്ന ഒറ്റ കാര്യം, മോനെ ഇരിക്കും, ഉപവസിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ചിരിക്കാനല്ല അവിടെ പറയുന്നത്. ഹാലയിലേക്ക് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിയിരിക്കും. ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കാൻ പറ്റ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപവസിക്കാം. എങ്ങനെയാ വെച്ചാൽ ആ സാന്നിധ്യത്തിൽ കയറി അങ്ങോട്ട് ഇരിക്കാം, ദൈവത്തോട് കൂടെ വസിച്ചിരിക്കാം. ഹാലയിൽ ചിലപ്പോൾ 2, 3, 4 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നാൽ അത് മതി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആ ഒരു ടെംപ്റ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപവസിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണു പോകുന്നതിന്റെ കാര്യം നമുക്ക് ശക്തി ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. അല്ല, നമ്മളെ കർത്താവ് തന്നെ പറഞ്ഞിട്ട് ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ പിടിച്ചു കെട്ടാതെ അവന്റെ കോപ്പ് കവരാൻ കഴിയില്ല. ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ എന്ത് വേണം? അവനെക്കാട്ടി ബലം വേണം നമുക്ക്, അല്ലേ? അവനെക്കാട്ടി ബലം. അപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പിശാച് നിസ്സാരക്കാരനാണെന്ന് ആരും വിചാരിക്കണ്ട. അവൻ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതനായ ദൂതനാക്കി ഇരുന്നാണ്. ആ കഴിവ് എല്ലാവരും ഉണ്ട് ഇപ്പോഴും. പക്ഷെ അവൻ നല്ല രീതിക്കല്ല അത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെറും സാധാരണ മിനിയായിട്ട് നിന്നാ പിശാന്റെ മുമ്പ് നിന്നാ അവൻ അടിച്ച് നമ്മളെ സൂപ്പറായിട്ട് തെറിപ്പിച്ച് കളയും. നമ്മളിപ്പോ എന്തുകൊണ്ടാ അതിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ അതിനെക്കാട്ടി ശക്തി പ്രാപിക്കുന്നതുകൊണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപവസിക്കുക, ശക്തിയെ പുതുക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ഉപവസിക്കുക. നമ്മൾ ഹല്ലേലൂയ യെശയ്യാപ്രവചന പുസ്തകത്തിൽ പറയും, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ, അവർ വീണു പോകത്തില്ല. എന്താ കാര്യം? അവർ ശക്തന്മാരാ. ഹല്ലേലൂയ, ശക്തിയെ പുതുക്കും. കഴുകനെ നമുക്കറിയാം, 40 ദിവസം കഴുകന് ഇതുപോലെ മലയുടെ ഇടയ്ക്ക് പോലും തൂവലെല്ലാം പൊഴിച്ച് കളഞ്ഞ് പുതിയതൊക്കെ ഇടയ്ക്ക് വെച്ച് ഇത് വരും. കാരണം വെച്ചാൽ ഒത്തിരി കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ പറ്റാതാകുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം അതാണ്. പോയി 40 ദിവസം നല്ല ചുട്ടുപഴുത്ത മലയിൽ പോയിരുന്നു ഉരുക്കി കളയത് മൊത്തം. ഇത് തന്നെ നമ്മളും ചെയ്യുന്നത്. കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ ഒന്നും കൊള്ളത്തില്ല. എന്ന് പറയുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവസ്ഥിതി ഇരിക്കണം, ഉപവസിക്കണം. ഹല്ലേലൂയ, നമ്മൾ ഉപവസിക്കുക. അടുത്ത നമുക്കറിയാം ലൂക്കോസിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ ഒരു അന്നാ പ്രവാചക ഉണ്ടായിരുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഹല്ലേലൂയ അവര് ആ ചെറിയ പ്രായത്തിന് വിധവയായിട്ടും ദൈവസന്നിധി തന്നെ ഇരുന്നു. ഹല്ലേലൂയ, എന്നിട്ട് അവർക്ക് എന്ത് ലഭിച്ചു എന്ന് അറിയാതെ വെച്ചാൽ അവർക്ക് മശിഹായെ കയ്യിൽ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ, അവർ വെറുതെ അല്ല അവിടെ ഇരുന്നത്. ഹല്ലേലൂയ, അപ്പൊ യേശു കർത്താവിനെ കരങ്ങളിൽ മേടിച്ച് യേശു കർത്താവിനെ കുറിച്ച് പ്രവചിക്കാനായിട്ടൊക്കെ അവർക്ക് സാധിച്ചതിന്റെ കാര്യം എന്താ? ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആരാധനയോടും കൂടെ ദൈവസന്നിധി തന്നെ ഇരുന്നത് കൊണ്ടാ. ഹല്ലേലൂയ, അപ്പൊ നമ്മൾ ഓരോ സമയത്തും ഹല്ലേലൂയ അപ്പൊ ആരാധന ഉപവാസം പ്രാർത്ഥനയൊക്കെ നമുക്ക് ആത്മീയമായി ഒരുപാട് വിടുതൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിടുതലുകൾ. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ എന്തിനെന്നറിയാതെ ഉപവസിക്കരുത്, എങ്ങനെയെന്നറിയാതെ ഉപവസിക്കരുത്, എന്താണെന്നറിയാതെ ഉപവസിക്കരുത്. ഉപവാസം എല്ലാവരും അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ഞാനൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ആരും ഉപവാസ പ്രാർത്ഥന കയറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന കയറുന്നതല്ല, നമ്മൾ ഉപവസിക്കുമ്പോൾ അവരുടെ കൂടെ കൂടി ഉപവസിക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു പർപ്പസ് ഉണ്ടാണ് എന്തിനാ ഞാൻ ഉപവസിക്കുന്നതെന്ന്. ഞാൻ എങ്ങനെയാ ഉപവസിക്കുന്ന ഒരു പർപ്പസ് ഉണ്ടാകും. ഒരു നമുക്കൊരു എന്താ പറയാ, അതിനെക്കുറിച്ച് ബോധമുണ്ടാകണം. എന്താണ് ഉപവാസം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും. അപ്പൊ നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടി തന്നെ നിങ്ങൾ ഉപവസിക്കും. ഇതിനകത്ത് ചിലപ്പോൾ ഡെലിവറൻസ് ആകാം, ചിലപ്പോൾ സ്പിരിച്വൽ സ്ട്രെങ്ത് ആകാം, ചിലപ്പോൾ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാകാം. ഇങ്ങനെ പല രീതിയിലുണ്ട്. നമ്മളിത് കേട്ട ബൈബിൾ വചനങ്ങൾ വെച്ച് തന്നെ നമ്മൾ നോക്കിയാൽ ഞാൻ 10-11 എഴുതി വെച്ചു, പക്ഷെ അത്ര ഞാൻ പറഞ്ഞില്ല, കാരണം വെച്ചാൽ സമയം മുൻപോട്ട് പോയതുകൊണ്ട്. ഹല്ലേലൂയ, ഇവിടെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടി ഉപവസിക്കുന്നു, ആ പർപ്പസ് നമ്മൾ ഉറച്ചു നിന്ന് ഉപവസിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ പർപ്പസ് ദൈവം ഫുൾഫിൽ ചെയ്യും. ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉപവാസത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ വിടുതൽ അതിനകത്തെല്ലാം സംഭവിക്കും. അതിപ്പോൾ നിങ്ങൾ ഭൗതിക കാര്യത്തിന് ഉപവസിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വിടുതൽ അവിടെ ഉണ്ട്. ഒരു ആത്മീയ വിടുതലിലൂടെ തന്നെ ആ ഭൗതിക കാര്യം നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. ദൈവ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. ഹല്ലേലൂയ, എന്താ അവർക്ക്? ശത്രുവിനെ ആ പയ്യന്റെ മേലുണ്ടായിരുന്ന ഭൂതത്തെ പുറത്താക്കാൻ കഴിയും. അപ്പോഴാ രഹസ്യത്തിൽ വന്ന് ചോദിക്കുന്നത്, എന്നയാ കർത്താവ് ഇത് ഞങ്ങൾക്ക് പറ്റാഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ കർത്താവ് തിരിച്ച് മറുപടി പറയുന്നത് എന്താ? ഉപവാസത്താലും പ്രാർത്ഥന അല്ലാതെ
ഈ ജാതി നീങ്ങുമ്പോൾ എല്ലാവരുടെയും വിചാരം അവന്റെ മേലെ ഇരിക്കുന്ന ജാതിയെ നീക്കാൻ വേണ്ടി ഞാൻ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുന്നത് അല്ലെന്നേ. നമ്മുടെ മേൽ കുറേയൊക്കെ ഉണ്ട്, അതിനെ നീക്കി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയാ ഓരോ ദിവസം കഴിഞ്ഞ് പ്യൂരിഫൈ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ നമ്മളൊന്നും പറയണ്ട, തന്നെ പോയിക്കോളും. കാരണം വെച്ചാൽ നമ്മുടെ മുമ്പ് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇരുട്ടിങ്ങനെ മാറി മാറി നമ്മൾ വെളിച്ചമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന് നമ്മുടെ മുമ്പ് നിൽക്കാൻ പറ്റില്ല. കാരണം ഈ വെളിച്ചം അടിക്കുമ്പോൾ അവൻ വാനിഷാവും അവിടെ നിന്ന്. കാരണം വെച്ചാൽ അവനെ വെളിച്ചം കാണാൻ പറ്റത്തില്ല, ആ വെളിച്ചം അവന്റെ മേൽ വീഴാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ വെളിച്ചമായി മാറണമെങ്കിൽ മറ്റൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഫേഷ്യൽ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നല്ല പുട്ടി ഇട്ടുകൊണ്ട് ഒന്നും നമുക്ക് വെളിച്ചമാകാൻ പറ്റത്തില്ല. നമ്മൾ വെളിച്ചമാണെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ വിടുതൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസം നമ്മൾ ഇതുവരെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപവസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം വന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇരുന്നിട്ട് തീരുമാനിക്കണം ഈ ഉപവാസ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണെന്ന്. ഹാലേലിയ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ എങ്ങനെ ഉപവസിക്കണമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ രണ്ട് രീതിയിൽ ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാലേലിയ. അതിൽ നമ്മൾ ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ഉപവസിക്കാം. അതിന് ആ ഉപവാസം നമ്മൾ എങ്ങനെയായി. അപ്പൊ ഉപവാസം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ ഉപവസിക്കണം. ഇത് ഡയറ്റ് അല്ല. ഹല്ലേലൂയ. പല ആൾക്കാർക്കും ഡയറ്റ് ആണെന്ന് തോന്നും, പക്ഷെ ഡയറ്റ് അല്ല കേട്ടോ. ഡയറ്റ് ചെയ്യുന്നതല്ല ഉപവസിക്കുന്നത്. ഇത് മനസ്സിലാക്കി തന്നെ ഉപവസിക്കുക. ഇനി മുൻപോട്ട് നമുക്ക് 20 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ആ 20 ദിവസം ഇരിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്ന മെസ്സേജുകളൊക്കെ ഡെലിവറൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ഒരു പർപ്പസിലേക്ക് എത്തണം. അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഇനി മുൻപോട്ടുള്ള കിട്ടുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറും. നാളെ തുടങ്ങിയിട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ ദേവദാസൻ എന്താ പറയാ നല്ല കർത്താവ് പ്രസിദ്ധരായവർ തന്നെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. നന്നായിട്ട് വചനം ശുശ്രൂഷിക്കുന്നവരെ ഞാൻ പലരെയും നോക്കിയേക്കുന്ന എനിക്ക് പ്രവചനത്തെക്കാട്ടി കൂടുതൽ എനിക്ക് വചനത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാനിപ്പോഴും. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരൊക്കെ നല്ല വചന ശുശ്രൂഷകരാണ്. അത് ചില ദേവദാസന്മാരൊക്കെ ഞാൻ പറയും സൂപ്പർ എന്താ പറയാ സ്പിരിച്വൽ വാർഫെയർ ഒക്കെ തന്നെ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് എടുക്കുന്ന അതുപോലുള്ള അതായത് ചിലപ്പോൾ മിക്ക ആൾക്കാരുടെയും ക്ലാസ്സിൽ ഒരു സ്റ്റഡി ക്ലാസ് പോലെയൊക്കെ നമുക്ക് ഒരു ബോധം ഉണ്ടാകുന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഇന്ന് വചനം ശരിയായ രീതിയിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് അനേക ജനം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വേണ്ടുന്നൊരു നല്ല വചന ഒരു നമുക്ക് വചനത്തെക്കുറിച്ച് നല്ല നോളജ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ തക്കണം. ഇനി വരും ദിവസങ്ങളിൽ വചനമാണ് നിങ്ങൾ വിടുവിക്കുന്നത്. പ്രവചനത്തെ കാട്ടിക്കൂടി ഞാൻ പറയാം വചനമാണ് നിങ്ങൾ വിടുക. പ്രവചനം നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ, അത് വിടുതല. പക്ഷെ ഒരു വചനം നമ്മുടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി മാറും, നമുക്ക് അനുഗ്രഹമായി മാറും. ഈ വചനത്തെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. താങ്ക് യു മിനി സിസ്റ്ററെ. ഏറ്റവും എനിക്കൊരു മെസ്സേജ് ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുക